ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ഓക്കെ, പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ള ഒരു പുതിയ സെക്ഷനാണ് ആക്ച്വലി തുടങ്ങുന്നത്. നമുക്ക് 2 സെക്ഷനുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ബേസിക്സും അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമതായിട്ട് നമുക്ക് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന മെഷീൻസുമാണ്. ഓക്കെ, അപ്പോൾ അതിലെ ബേസിക്സ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഇനി അതിൻ്റെ അടുത്ത പോർഷനായ മെഷീൻസാണ് നമ്മൾക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത്. മെഷീൻസ് ഇൻ ദ സെൻസ് ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എല്ലാതും തീരണം എന്നില്ല. അപ്പോൾ നമ്മൾ പതുക്കെ എല്ലാ ടോപ്പിക്സും പതുക്കെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി അങ്ങനെ എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ഈസിയുമാണ്. നമ്മൾ പഠിച്ചിക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കത് നോക്കാം. വളരെ ഈസി സബ്ജക്റ്റാണ് ആക്ച്വലി. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കേട്ട് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ മെഷീൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ മെഷീൻസിൻ്റെ ഒരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. അതായത് ജനറലി വി ആർ ഹാവിങ് 2 ടൈപ്പ് മെഷീൻസ്. ഓക്കെ, 2 ടൈപ്പ് മെഷീനുകളാണുള്ളത്. അതിൻ്റെ 2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് DC മെഷീനുകളും ദെൻ സിമിലർലി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് AC മെഷീനുകളാണ്. ഓക്കെ, അപ്പോൾ ഈ DC മെഷീനുകളും AC മെഷീനുകളിലെയും DCയിൽ നമ്മുടെ DC ജനറേറ്ററും DC മോട്ടറുമാണ് പഠിക്കാനുള്ളത്. AC മെഷീനുകളിൽ പഠിക്കാനുള്ള ഒന്ന് ട്രാൻസ്ഫോമർ, പിന്നെ ഒന്ന് ഇൻഡക്ഷൻ മെഷീൻ, ദെൻ നെക്സ്റ്റ് സിങ്ക്രണസ് മെഷീൻസ്. സിങ്ക്രണസ് മെഷീനിൽ തന്നെ നമ്മുടെ ഓൾട്ടർനേറ്ററും പഠിക്കാനുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സിങ്ക്രണസ് മോട്ടറും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇത് 2 അല്ല ഇത് 3 നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം AC മെഷീൻസിൽ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് AC മെഷീൻസ് ആണ്. AC മെഷീൻസ് ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ DC മെഷീൻസ് കുറച്ച് എളുപ്പമാണ്. ഓക്കെ, സോ അത് ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. AC മെഷീനിലാണ് കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, DC മെഷീനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ AC മെഷീൻസിൻ്റെ ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് തുടങ്ങുക. ഓക്കെ, പിന്നെ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ആ മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ മാഗ്നറ്റിസത്തിൻ്റെ സമയത്ത് കുറച്ച് പോർഷൻസൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം അതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അതൊരു കണ്ടിന്യൂഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോമറിൽ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. സോ ഇതൊക്കെയാണ് നമ്മളുടെ കണ്ടൻസ്. അപ്പോൾ ഈ കണ്ടൻസിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, ഞാൻ ജസ്റ്റ് പറയാം. റിക്വയർമെൻറ്റ്സ് ജനറേറ്റ് EMF നമുക്ക് ആവശ്യമുണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്റ്റാറ്റിക് ഡൈനാമിക്, ബേസിക്സ്, കൺസ്ട്രക്ഷൻ, ടൈപ്പുകൾ, ഐഡിയൽ ട്രാൻസ്ഫോമർ, EMF ഇക്വേഷൻ. ഇത് വേണ്ട, ഇത് നിങ്ങൾക്ക് ചോദിക്കില്ല. ലോസസ് ആൻഡ് എഫിഷ്യൻസി, ട്രാൻസ്ഫോമർ ടെസ്റ്റുകൾ. ഓക്കെ, ഈ 2 ടോപ്പിക്സ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ടോപ്പിക്സും നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചൊരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇതിൽ നമ്മൾ ഈ EMF ജനറേഷനും എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാഗ്നറ്റിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ വെച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാഗ്നറ്റിസത്തിൽ എല്ലാ പോയിന്റ്സും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഞാൻ ഏതാണെന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഈ 2 ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഈ 3 ടോപ്പിക്കും സ്റ്റാറ്റിക്കലി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, റിക്വയർമെൻറ്റ്സും വർക്കിംഗ് പ്രിൻസിപ്പിളും എല്ലാം പറഞ്ഞു. ബേസിക്സ് തൊട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഡയറക്റ്റ് നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് പോയാൽ മതി. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിളോ ട്രാൻസ്ഫോമർ പറഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ക്ലിയർ? എന്താണ് സെൽഫ് ഇൻഡ്യൂസ്, എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, ഈ ഇതിലെ സ്റ്റാറ്റിക്കൽ എന്ന ടൈപ്പുകളായ സെൽഫ് മ്യൂച്വലും എന്താണ്,
ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ മാഗ്നറ്റിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് സെൽഫ്, എന്താണ് മ്യൂച്വൽ, എന്താണ്. അതിൽ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമ്മുടെ ഏത് പ്രിൻസിപ്പിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓർത്താൽ മതിയാവും. ഓക്കെ, ഇനി അതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് അധികം കാര്യങ്ങൾ പോകാനില്ല. നമ്മൾ അതിൻ്റെ ബേസിക്സും അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പോകാനുള്ളത്. ഓക്കെ, കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ആക്ച്വലി എന്ത്, നമ്മുടെ ട്രാൻസ്ഫോമർ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാണ്. റിക്വയർമെൻറ്റ്സ്, ജനറേറ്റ് EMF ഒക്കെ നമ്മൾ നോക്കാം. ജസ്റ്റ് ബ്രീഫ് ചെയ്ത് തരാം, ഏതൊക്കെ പോർഷനാണ് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ള ബ്രീഫ് ചെയ്ത് തരാം. ഇതാണ് നമ്മൾ മാഗ്നറ്റിക്സിലെടുത്ത ഒരു ടോപ്പിക്ക്. അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 2 ടൈപ്പ് EMF ഉണ്ട്, സെൽഫ് മ്യൂച്വൽ ഉണ്ട്. ഞാനിവിടെ പറയുന്നുണ്ട് നമ്മുടെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ആണ് എൻ്റെ എക്സാമ്പിൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളാണ് ഏത്, നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൽ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫ്ലക്സ് ലിങ്കേജുകൾ, ഫ്ലക്സ്, ആംബിയർ ടേൺസ്, നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എല്ലാം ക്ലിയർ ആവുന്നുണ്ട്. ലെൻസ് ലോ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ചെയ്യുമ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ അല്ലേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോർമുലകൾ, സെൽഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ, കോഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ട്രാൻസ്ഫോമറിന് ആക്ച്വലി ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന പോലെ 2 വൈൻഡിങ്ങുകളാണ് ഉള്ളത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങും പിന്നെ ഒന്ന് സെക്കൻഡറി വൈൻഡിങ്. ഓക്കെ, ഈ പ്രൈമറി വൈൻഡിങ്ങിന് ഒരു ടേൺസ് ഉണ്ടാവും, സെക്കൻഡറി വൈൻഡിങ്ങിന് അറ്റ് ദ സെയിം ടൈം ഉണ്ടാവും. നമ്മളിവിടെ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനാണ് V1 എന്ന് പറയുന്നത്, സെക്കൻഡറിയിൽ ഉണ്ടാകുന്നതിനാണ് V2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളിവിടെ സപ്ലൈ കൊടുക്കുമ്പോൾ ഫ്ലക്സ് വിൽ ബി പാസിങ്, അതാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഫ്ലക്സ് പാസ് ചെയ്യും. ആ ഫ്ലക്സ് ഈ ഫസ്റ്റിലൂടെ മാത്രമല്ല സെക്കൻഡിലൂടെയും പാസ് ചെയ്യും. അവിടെയും ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും അല്ലേ. അങ്ങനെ സെക്കൻഡിലും അല്ലെങ്കിൽ നമ്മുടെ കോയിൽ 2ലും ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്ന ആ ടൈപ്പിന് പറയുന്ന പേരാണെന്ത്, അല്ലെങ്കിൽ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കോർ കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF സെറ്റപ്പ് ചെയ്തു. ആ പ്രിൻസിപ്പിളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രിൻസിപ്പിളാണ്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് വശങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 2 കോയിലുണ്ട്. ആ കോയിലിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളിവിടെ കണ്ടോ ഒരു കോർ എന്ന് പറയുന്ന സെക്ഷൻ എഴുതിയിട്ടുണ്ട്, കോർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കോറിനെ സംബന്ധിച്ച് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, കോർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോറിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ കോറിൻ്റെ പ്രത്യേകത പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണയാക്കാം. എന്നിട്ട് ഞാൻ ഒന്നുകൂടി പ്രിൻസിപ്പിൾ ഞാനൊന്നുകൂടി ബ്രീഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക്സ് ആണിത്. ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് അർത്ഥമാക്കുന്നതിനെ കൊണ്ട് പറഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അല്ലെങ്കിൽ നോട്ട് മൂവിങ് അല്ലേ, മൂവിങ് ഡിവൈസ് അല്ല. അങ്ങനെ മൂവിങ് ഡിവൈസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇങ്ങനെ മൂവിങ് അല്ല. അപ്പോൾ മൂവിങ് അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ മൂവിങ് പാർട്ടുകളോ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ടുകളോ ഒന്നുമില്ല. ശരിയല്ലേ? അങ്ങനെ മൂവിങ്ങും അല്ല, അറ്റ് ദ സെയിം ടൈം റൊട്ടേറ്റിങ്ങും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് പറയാൻ വേണ്ടി സാധിക്കും. അതായത് മൂവിങ് അല്ലാത്തൊരു സാധനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? വാട്ട് വിൽ ബി എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ? ഓക്കെ, മൂവിങ് അല്ല ഒരു സാധനം. അങ്ങനെ മൂവിങ് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ചെയ്യാനുള്ളത്? അതൊരു സാധനം മൂവിങ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ലോസുകൾ കുറവായിരിക്കില്ലേ? ശരിയല്ലേ? മൂവിങ് അല്ലെങ്കിൽ നമുക്കവിടെ ലോസുകൾ കുറവായിരിക്കില്ലേ? കാരണം ലോസുകൾ കുറവാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ
ഈ മൂവിങ് ഉണ്ടെങ്കിൽ അവിടെ വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കുള്ളൂ. വിയർ ആൻഡ് ടിയർസ് തേയ്മാനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യാത്തൊരു സാധനത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവിടെ തേയ്മാനങ്ങളും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ലോസസ് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ ലോസസ് കുറവായതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഏത് മെഷീനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി എക്സിബിറ്റ് ചെയ്യുന്ന മെഷീൻ ട്രാൻസ്ഫോമറാണ്. ഓക്കെ, ഇതിൻ്റെ എഫിഷ്യൻസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 95 to 97% ആണ്. ഒരിക്കലും നമുക്കറിയാം ഒരിക്കലും 100% എഫിഷ്യൻസി ഒന്നും ആരും അച്ചീവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ 95 to 97% ആണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹൈലി എഫിഷ്യൻ്റ് മെഷീനാണ് നമ്മുടെ ഏത് ട്രാൻസ്ഫോമർ. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫോമറിന് അത്രയും എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാനുള്ള കാരണം അവിടെ മൂവിങ്ങോ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത് അറിയേണ്ട ബേസിക് കാര്യം. അതായത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഒന്നുമില്ല, സ്റ്റില്ലായിട്ട് നിൽക്കുന്ന മെഷീൻ, അല്ലെങ്കിൽ നമുക്ക് അതോടെ ഒരു റൊട്ടേറ്റിംഗ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് നമുക്ക് EMF എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഉണ്ട്, ഡൈനാമിക്കലി ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളവിടെ നോക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലക്സ് കട്ടിങ് സംഭവിക്കുന്നു. അങ്ങനെ ഫ്ലക്സ് കട്ടിങ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. സ്റ്റാറ്റിക് EMFൽ ഫ്ലക്സ് കട്ടിങ് ഒന്നുമല്ല, ഫ്ലക്സ് ലിങ്കേജ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഫ്ലക്സ് ലിങ്കേജ് അല്ലേ. അങ്ങനെ ഫ്ലക്സ് ലിങ്കേജ് നടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കവിടെ മൂവിങ് പാർട്സ് ഒന്നുമില്ല അല്ലേ, എല്ലാം ആ കോയിലിൽ തന്നെ ലിങ്ക് ചെയ്യുവാണ്. അങ്ങനെ കോയിലിൽ ലിങ്ക് ചെയ്ത് നമ്പർ ഓഫ് ടേൺസ് ലിങ്ക് ചെയ്യുമ്പോഴാണ് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് സെക്കൻഡറിയിലും കിട്ടുന്നത്. ക്ലിയർ? അങ്ങനെ സിംഗിൾ ഒരു കോയിലിൽ മാത്രമാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF നമുക്ക് രണ്ടാമത്തെ കോയിലിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിൻസിപ്പലിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലക്ട്രിക് സർക്യൂട്ടുകൾ, അതായത് നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, നമ്മൾ ഈ ഇലക്ട്രിക് സർക്യൂട്ടുകളെയൊക്കെ ഒരു കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട് വെച്ചല്ലേ ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട് അല്ലേ ഇവിടെ ഉള്ളത്, ഒരു കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട് വെച്ച് ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. ഇത് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക്കലി ഐസൊലേറ്റഡും മാഗ്നറ്റിക്കലി കപ്പിൾഡും ആണ്. ശരിയല്ലേ? അങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാണ് മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ തമ്മിൽ ഇലക്ട്രിക്കലി എന്താണ് ബന്ധമൊന്നുമില്ല. ഇവിടുന്ന് ഒരു സപ്ലൈ കൊടുത്താൽ പിന്നെ ഇവിടെ ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്ത് പിന്നെ സെക്കൻഡിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബന്ധമൊന്നുമില്ല. പക്ഷേ അതെന്താണ് മാഗ്നറ്റിക്കലി എന്താണ് കപ്പിൾഡ് ആണ്. അത് ചോദിക്കുന്ന ഒരു പോയിന്റാണ്. കാരണം ഇലക്ട്രിക്കലി രണ്ടും ഐസൊലേറ്റഡ് ആണ്, പക്ഷേ മാഗ്നറ്റിക്കലി എന്താണ് അവർ കപ്പിൾഡ് ആണ്. ഓക്കെ, അപ്പം എന്തിനാണ് മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? എനർജി ട്രാൻസ്ഫർ നടക്കണം അല്ലേ. അപ്പോൾ എനർജി ട്രാൻസ്ഫറിൻ്റെ ഉള്ളിലേ നടക്കുകയുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കോയിലിൻ്റെ ഇതിൻ്റെ അകത്തെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? എനർജി ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഇവിടെ ഞാൻ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എനർജി കൺവേർഷൻ ഡിവൈസ്. ഓക്കെ, അതെന്താ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീൻ്റെ കൺവേർഷൻ നടക്കുന്നില്ല, പക്ഷെ എനർജീൻ്റെ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനർജി കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ പറയൂ, അതായത് നിങ്ങളിങ്ങനെ പഠിച്ചിട്ടില്ല, അതായത് ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റുന്നു, അറ്റ് ദ സെയിം ടൈം നമ്മുടെ മെക്കാനിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറില്ലേ? ഈ സാധനങ്ങൾ ഏതാ? അതായത് ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റുന്ന മെഷീൻ ഏതാണ്? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുന്ന മെഷീൻ ഏതാണ്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയിലേക്ക്
മാറ്റുന്ന സാധനമാണ് നമ്മുടെ മോട്ടർ. ശരിയല്ല? സിമിലർലി മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുന്നതാണ് നമ്മുടെ എന്ത് ജനറേറ്റർ. ഓക്കെ, ഈ ഇങ്ങനെ എനർജിയെ മൊത്തത്തിൽ മാറ്റി ഒരു എനർജിയിൽ നിന്ന് വേറെ എനർജിയിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മൾ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു എനർജിയിൽ നിന്ന് വേറെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളെ നമ്മൾ കൺവേർഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ ആസ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ, അപ്പം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മോട്ടറും ഇങ്ങനെയാണെങ്കിൽ ജനറേറ്റർ. ഓക്കെ, വേറെ ആസ് ഇൻ ട്രാൻസ്ഫോമർ അങ്ങനെ എന്തെങ്കിലും എനർജി കൺവേർഷൻ മാറുന്നുണ്ടോ അല്ലെങ്കിൽ എനർജി കൺവേർഷൻ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് സപ്ലൈ കൊടുക്കുന്നു, അവിടെ ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യുന്നു, അത് കാരണം രണ്ടാമത്തെ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു പോകുന്നു. എല്ലാം ഇലക്ട്രിക്കൽ എനർജീൻ്റെ പരിപാടിയാണ് നടക്കുന്നത് കംപ്ലീറ്റ്. അല്ലാതെ ഇലക്ട്രിക്കൽ എനർജിയുള്ള സാധനം മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എനർജി കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ ട്രാൻസ്ഫോമർ ഈസ് നോട്ട് ആൻ എനർജി കൺവേർഷൻ ഡിവൈസ്. ഒരു എനർജി കൺവേർഷൻ ഡിവൈസ് അല്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പവറിൻ്റെ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. പവർ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതെങ്ങനെ പവർ ട്രാൻസ്ഫർ നടക്കുന്നത്? നമ്മൾ പ്രൈമറിയിൽ ഉണ്ടാവുന്ന പവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡറിയിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ. കാരണം ഇവിടെ ഉണ്ടാവുന്ന ഒരു വോൾട്ടേജ് കാരണമാണല്ലോ ഇപ്പുറത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പവറിൻ്റെ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ട്, അതായത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക്. ഓക്കെ, പക്ഷേ എന്ത് ട്രാൻസ്ഫർ നടക്കുന്നില്ല? എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. പക്ഷേ പവർ ഒരു സർക്യൂട്ടിന് വേറെ സർക്യൂട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാം, നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന അതേ പവർ തന്നെയാണ് ഇപ്പുറത്തും കിട്ടുന്നത്. പവറിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം അതിനൊരു കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്നും പറയാം. ക്ലിയർ? നമുക്ക് അതിനെന്ത് വിളിക്കാം? ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വിളിക്കാം. കാരണം പവർ ഒരു സർക്യൂട്ടിന് വേറെ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു പോയിന്റ് കൂടി അതിൻ്റെ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. കാരണം ഫ്രീക്വൻസി മാറുന്നില്ല. നിങ്ങൾ ഏത് ഇതെടുത്ത് നോക്കിയാലും ഫ്രീക്വൻസി ഒക്കെ കൊടുക്കുക അതേ സപ്ലൈ ഫ്രീക്വൻസി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് എന്നും വിളിക്കാം. ക്ലിയർ? ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ അതിനൊരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്നും ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് എന്നും വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ എനർജി കൺവേർഷൻ നടക്കുന്നില്ല, എനർജി കൺവേർഷൻ നടക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു പവറിൻ്റെ ഒരു ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സർക്യൂട്ടിന് വേറെ സർക്യൂട്ടിലേക്ക് ഫ്രീക്വൻസി ഒന്നും മാറാതെ നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്ന് വിളിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ആ പവർ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ആ പവർ നടക്കുന്ന ട്രാൻസ്ഫറിങ് സമയത്ത് തന്നെ അവിടെ ഫ്രീക്വൻസിക്കും മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിനവിടെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ്. ഓക്കെ, സിമിലർലി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിലൂടെ ഉള്ള ഫ്ലക്സ് നിങ്ങൾ നോക്കൂ, ഒരേ ഫ്ലക്സ് തന്നെയല്ലേ പാസ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്ത് നമുക്ക് പറയാം, ഇതൊരു കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്. അങ്ങനെ ഫ്ലക്സ് ഇവിടെ ഒന്ന് അങ്ങനെ മാറുന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് അത് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാം. എന്താണ്? ഇതൊരു കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. ക്ലിയർ? ഇവിടെ ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കൺവേർഷൻ ഇന്റേണലി മാത്രമേ നടക്കുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കൺവേർഷൻ ഇന്റേണലി നടക്കുന്നുള്ളൂ. എക്സ്റ്റേണലി നമുക്ക് വലിയൊരു എനർജി കൺവേർഷൻ ഒന്നും എന്ത് ചെയ്യുന്നത് നടക്കുന്നില്ല. എല്ലാം അകത്തുള്ള പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പോയിന്റ് കൂടി ആയിരിക്കും, ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസിനെ ആഡ് ചെയ്ത് കൊടുത്തേക്കും കേട്ടോ. ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി, ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ്. ഓക്കെ, നമ്മൾ പിന്നെ കുറച്ച് ഇങ്ങനെ പറയും എന്താണെന്നുള്ളത്, ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇതിൽ വളരെ വ്യക്തമായൊരു ഐഡിയ വേണം. കാരണം നമ്മൾ പല സ്ഥലത്തും ഇനി അങ്ങോട്ട് പറയുമ്പോൾ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ പവർ ഇങ്ങനെ സെയിം ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം ഒരു ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഐഡിയാസ്? ഒന്നാമത്തെ കാര്യം, ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, മൂവിങ് പാർട്ടുകളൊന്നുമില്ല, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ടുകളൊന്നുമില്ല. അങ്ങനെ മൂവിങ് പാർട്ടോ റൊട്ടേറ്റിംഗ് പാർട്ടൊന്നും ഇല്ലെങ്കിൽ വിയറും ടിയറൊന്നും സംഭവിക്കില്ല. അങ്ങനെ അവയൊന്നും ഇല്ലെങ്കിൽ ലോസുകൾ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ലോസുകളൊന്നും സംഭവിക്കാത്ത, തേയ്മാനമൊന്നും ഇല്ലാത്തപ്പോൾ ലോസുകളൊന്നും ഇല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി വളരെ എന്തായിരിക്കും, കൂടുതലായിരിക്കും.
അതിൻ്റെ എഫിഷ്യൻസിൻ്റെ റേഞ്ച് പഠിച്ചു വയ്ക്കുക. 95 to 97% ചോദിക്കാറുണ്ട്, ഈ റേഞ്ച് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ളൊരു കാര്യമാണ്. പിന്നെ സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു ഇതാണ്, നമ്മൾ ഫ്ലക്സ് കട്ടിങ് ഉണ്ട്, ഫ്ലക്സ് ലിങ്കേജ് ഉണ്ട് അല്ലേ. നമുക്കിവിടെ എന്താണ് ഫ്ലക്സ് ലിങ്കേജ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് DMF വരുന്നത്. ഈ സ്റ്റാറ്റിക്കലിൻ്റെ 2 ടൈപ്പായിരുന്നു ഏതൊക്കെ? സെൽഫും മ്യൂച്വലും. ക്ലിയർ? ഇവിടെ ഫ്ലക്സ് കട്ടിങ് ആണെങ്കിൽ അതെന്ത് EMF ആയിരിക്കും? ഡൈനാമിക്കലി ഇൻഡ്യൂസ് DMF ആയിരിക്കും. അത് നമ്മുടെ ഫ്ലക്സ് കട്ടിങ് ഫിനോമിനൻ. അതായത് നമ്മൾക്കിപ്പോൾ ഒരു കണ്ടക്ടർ സ്റ്റേഷനറി ആക്കി വെക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫ്ലക്സ് അതിനെ കട്ട് ചെയ്യുന്നു. ഇനിയിപ്പം ഇത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, കണ്ടക്ടർ വന്നിട്ട് നമ്മുടെ ഇതിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫ്ലക്സ് കട്ടിങ് ഫിനോമിനലല്ല അവിടെ ഒക്കെ ചെയ്യുന്നത്. കട്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മോട്ടർ ജനറേറ്റർ ഫിനോമിനലുകളിലായിരിക്കും വരിക. വെറാസ് ഇൻ യുവർ ട്രാൻസ്ഫോമർ നോ ഫ്ലക്സ് കട്ടിങ്, നത്തിങ് ഈസ് ഹാപ്പനിങ്. ഒരു കോയിലിൻ്റെ ലിങ്കേജ് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളവിടെ ഫ്ലക്സ് ലിങ്കേജ് ആണ് ഹാപ്പൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മൂവിങ് പാർട്ടും ഇല്ല, റൊട്ടേറ്റിംഗ് പാർട്ടും ഒന്നും ഇല്ല, ഇവിടെ ഫ്ലക്സ് ലിങ്കേജ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസിയും കൂടുതലാണ്. പിന്നെ പറഞ്ഞു ഇത് ഇലക്ട്രിക്കലി അവ തമ്മിൽ ബന്ധമൊന്നുമില്ല, ഐസൊലേറ്റഡ് ആണ്. പക്ഷേ എന്താണ്, മാഗ്നറ്റിക്കലി അവരെന്താണ്, കപ്പിൾഡ് ആണ്. ഓക്കെ, മാഗ്നറ്റിക്കലി അവർ കപ്പിൾഡ് ആണ്, അങ്ങനെ മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പറഞ്ഞു എനർജി കൺവേർഷൻ ഡിവൈസ് അല്ല. ഓക്കെ, അതായത് ഇവിടെ ഏതെങ്കിലും ഒരു എനർജീൻ്റെ ഒരു കൺവേർഷൻ നടക്കുന്നില്ല. അതായത് ഒരു എനർജി ഇലക്ട്രിക്കലിന് മെക്കിലേക്ക് മാറുന്നില്ല, മെക്കിന് ഇലക്ട്രിക്കലിലേക്ക്, അങ്ങനെ ഒരു ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. എല്ലാം ഇതിൻ്റെ അകത്ത് നടക്കുന്ന പവർ ട്രാൻസ്ഫറിങ് മാത്രമേ ഉള്ളൂ. അതായത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡിലേക്ക് ഒരു പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഈക്വലായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വിളിക്കുന്ന കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ് എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ ആ സമയത്ത് തന്നെ ഫ്രീക്വൻസിക്കും ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഡിവൈസ് എന്ന് വിളിക്കും. ഇവിടെ ആകെയുള്ളത് എനർജി കൺവേർഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കൺവേർഷനാണ്. അതായത് നമ്മളൊരു ഫ്ലക്സിൻ്റെ ചേഞ്ചുകൾ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ ഇൻറ്റേർണലി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, എക്സ്റ്റേണലി പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വിളിക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ഡിവൈസ് ആണെന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ബേസിക് കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ബേസിക് ഐഡിയകളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിളെ ഞാൻ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് ചെറിയ ഒരു അനാലിസിസ് നടത്താം. ഓക്കെ, അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടു, ഫിഗർ കണ്ടു, എന്നിരുന്നാലും ഞാനത് ചെറിയൊരു വേറൊരു രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. നമ്മൾ വൈൻഡിങ് വരുന്നത് സിമിലർലി ഇപ്പുറത്തും നമ്മുടെ വൈൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സപ്ലൈ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ AC സപ്ലൈ കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മളെ EMF E1, ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ I1. ക്ലിയർ? ഈ ഒരു വൈൻഡിങ്ങിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. സിമിലർലി ഈ ഒരു വൈൻഡിങ് ആണ് നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്. ഓക്കെ, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമ്മൾ E2 എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോഡ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിവിടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സപ്ലൈ കൊടുക്കുന്നെങ്കിൽ ഫ്ലക്സ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഹിയർ. ഓക്കെ, ഒരു ഫ്ലക്സ് നമുക്ക് എന്ത് ചെയ്യുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യും. അതിന് മുന്നേ ഒരു ഫ്ലക്സ് പാസേജ് എന്ത് ചെയ്യും, നടക്കും. അപ്പം
ആ ഫ്ലക്സിനെ നമ്മൾ φm എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് 2 ടേൺസ് ഉണ്ട്. ഈ 2 ടേൺസിന് ഞാൻ T1 എന്നും T2 എന്നും വിളിക്കുന്നു. ചില സ്ഥലത്ത് നിങ്ങൾ T1 അല്ലെങ്കിൽ N1 എന്ന് കാണും. രണ്ടും സെയിം തന്നെയാണ്. നമ്പർ ഓഫ് ടേൺസിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ കോർ. ഓക്കെ, നമുക്ക് കോർ എന്നറിയപ്പെടുന്ന സാധനമാണത്, ആ ഒരു സെക്ഷൻ. അപ്പോൾ കോറിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. കോർ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഈ കോറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലാമിനേറ്റൊക്കെ ചെയ്യും കേട്ടോ. ലാമിനേറ്റ് ചെയ്യും ഈ കോറിനെ. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക്കായിട്ട് നമ്മളൊരു സിമ്പിൾ ട്രാൻസ്ഫോമറിലുള്ള അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ 2 കോയിലുണ്ട്. വി ആർ ഹാവിങ് 2 കോയിൽസ്. ഏതൊക്കെയാണ്? പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു സിമ്പിൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ അത് വൂണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 2 കോയിൽസ് എന്താണ്? ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, രണ്ടും ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അവ തമ്മിൽ എന്തില്ല? ദർ ഈസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻ. ഓക്കെ, ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നും ഇല്ല. അതായത് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ നേരത്തെ പറഞ്ഞത്. അതുപോലെ എന്താണ്? അവർ മാഗ്നറ്റിക്കലി എന്താണ്? അവർ കപ്പിൾ ചെയ്തിരിക്കുകയാണ് അല്ലേ? മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. ഓക്കെ, ദെൻ ഇവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ്, ഓരോ കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്. T1 പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസും T2 സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസും ആണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളൊരു സോഴ്സ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഇഫ് നമ്മൾ ഒരു V1 വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത്, കോയിൽ 1 അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഒരു ഫ്ലക്സ്, ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൽ. ഓക്കെ, അതിൻ്റെ ആ ഫ്ലക്സിൻ്റെ പാത്താണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഫ്ലക്സ് ഏത് കോയിലിനെ ലിങ്ക് ചെയ്യും? നമ്മളെ T1 ടേൺസിനെ ലിങ്ക് ചെയ്യും. അങ്ങനെ T1 ടേൺസിനെ ഈ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന EMF അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് E1. ക്ലിയർ? ഇവിടെ ഫ്ലക്സ് ഈ T1 ലിങ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് നമ്മുടെ E1. അത് ഇൻഡ്യൂസ് ചെയ്ത് നമ്മൾ, കാരണം ഒരു കോയിലിൽ തന്നെയാണ് ലിങ്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ വഴിയാണ് ഇത് ഉണ്ടാവുന്നത്. ശരിയല്ലേ? സെൽഫ് ഇൻഡക്ഷൻ വഴിയാണ് നമുക്ക് അത് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയുള്ള എല്ലാ ഫ്ലക്സും, അതായത് നമ്മൾ കോയിൽ 1 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സും അറ്റ് ദ സെയിം ടൈം തന്നെ എവിടെയും ലിങ്ക് ചെയ്യുന്നുണ്ട്? T2 കോയിലും ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് E2. അത് ഏത് പ്രകാരമാണ്? ആ പ്രിൻസിപ്പളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അങ്ങനെ അതേ ഫ്ലക്സ് തന്നെ ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പം ഈ കോയിൽ 2നെ നമ്മളൊരു ലോഡിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ എന്ത് ചെയ്യും? ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അത് എന്ത് ചെയ്തോളും? ഫ്ലോ ചെയ്തോളും. ഓക്കെ, അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ലോഡിലേക്ക് എന്ത് ചെയ്യും? എനർജി എന്ത് ചെയ്യും? നടന്നോളും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. എവിടുന്ന്? കോയിൽ 1 കോയിൽ 2ലേക്ക് ഇലക്ട്രിക്കൽ എനർജി ഒരു കോമൺ മാഗ്നറ്റിക് സർക്യൂട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു റിലേറ്റീവ് മോഷനോ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് ആ കോയിൽ 1 കോയിൽ 2ലേക്കുള്ള ഒരു എനർജി ട്രാൻസ്ഫറിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇവിടത്തുള്ള ഫ്രീക്വൻസിക്കൊന്നും മാറ്റമില്ല അല്ലേ? ഫ്രീക്വൻസി ഒക്കെ എന്താണ്? സെയിം ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബേസിക് ആയിട്ട് നമുക്കിവിടെ അറിയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആക്ച്വലി അതെങ്ങനെ പേര് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കോയിൽ 1 ആണല്ലോ ഇവിടെ ഉള്ളത് അല്ലേ? അപ്പം the coil 1, okay, the coil 1 which receives, correct form tendency നിങ്ങൾ എഴുതി വെച്ചു. the coil 1 which receives energy from, okay, coil 1ലേക്ക്, അതായത് T1 കോയിലിലേക്ക് എനർജി റിസീവ് ചെയ്യുന്നു. എവിടെ നിന്ന് റിസീവ് ചെയ്യുന്നു? ഫ്രം ദ സോഴ്സ് ഓഫ് AC സപ്ലൈ. കണ്ടാ? AC സപ്ലൈന്ന് കോയിൽ 1ലേക്ക് റിസീവ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന ആ കോയിലിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി കോയിൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിംപ്ലി പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കാം. അപ്പം AC സോഴ്സിൽ നിന്ന് എനർജി റിസീവ് ചെയ്യുന്ന കോയിലിനെയാണ് നമ്മൾ എന്ത് പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ. സിമിലർലി കോയിൽ 2 കണക്ട് ചെയ്തിട്ടുണ്ട്. കോയിൽ 2 എന്ന് പറയുന്നത് നമ്മൾ ലോഡിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് കോയിൽ 2 വിച്ച് ഈസ് കണക്റ്റഡ് ടു ലോഡ്. എന്താണ് ഇവിടുത്തെ പ്രോസസ്സ് ഉണ്ട്? നേരത്തെ ആ കോയിൽ എന്ത് ചെയ്യുന്നു? എനർജി റിസീവ് ചെയ്യായിരുന്നു. ഇവിടെ ലോഡിലേക്ക് എന്ത് ചെയ്യാണ്? എനർജീനെ എന്ത് ചെയ്യാണ്? ഡെലിവറി ചെയ്യാണ്. സോ ദ കോയിൽ 2 which is connected to the load and it delivers energy to the load. എനർജി ലോഡിലേക്ക് എനർജി എന്ത് ചെയ്യും? ഡെലിവർ ചെയ്യുന്നു. അങ്ങനത്തെ കോയിലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡറി കോയിൽ. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ. അപ്പം എ സി സപ്ലൈ ചെയ്യുന്ന എനർജി റിസീവ് ചെയ്യുന്ന കോയിൽ നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്നും നമ്മുടെ ലോഡിലേക്ക് എനർജീനെ ഡെലിവർ ചെയ്യുന്ന വൈൻഡിങ്ങിനെയാണ് വിളിക്കുന്നത് സെക്കൻഡറി കോയിൽ എന്നും വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ. ആ കൺസെപ്റ്റാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് യുവർ നമ്മുടെ ട്രാൻസ്ഫോമർ. ഓക്കെ. ട്രാൻസ്ഫോമർ ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി ഒരു ട്രാൻസ്ഫോമറിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവേണ്ടത്. അതിൻ്റെ ബേസിക്സും അതിൻ്റെ പ്രിൻസിപ്പിളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഞാൻ പറഞ്ഞു. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ യു ഹാവ് ടു ലുക്ക് ടു ബാക്ക് ടു യുവർ ക്ലാസ്സസ്. ഓക്കെ. പഴയ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ കറക്റ്റായിട്ട് എന്താണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും? മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കോർ എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു അല്ലേ. കോർ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ കോറിൻ്റെ പ്രത്യേകത, ഇവിടെ കാണിച്ചിരിക്കുന്ന കോറിൻ്റെ പ്രത്യേകത. ഈ കോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. ഒരുപാട് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ആക്ച്വലി നമ്മുടെ കോർ. ഓക്കെ. അപ്പോൾ കോറും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കുറച്ച് പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ബേസിക്സ് ആണ് ട്രാൻസ്ഫോമറിൻ്റെ പറഞ്ഞത്. അപ്പം അതിൻ്റെ കോറും അതിൻ്റെ കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്സ് എന്ന് ആലോചിക്കുക. ഇനി നമ്മൾക്ക് കോറും അതിൻ്റെ ബാക്കിയുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? കോറും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ബേസിക്സും അതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്തത്. ഇനി അതിൻ്റെ കോറും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സെക്ഷനിൽ നമുക്കൊക്കെ എന്ത് ചെയ്യാം? ഡീൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ. താങ്ക് യു.